ലീഗിനകത്തെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം, അതിലേക്ക് പോകാം നമുക്ക്. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ മുസ്ലിം ലീഗിൽ ആശയക്കുഴപ്പം. പൊതുമരാമത്ത് വകുപ്പിനായി PK ബഷീറും V അബ്ദുൾ ഗഫൂറും താൽപര്യം പ്രകടിപ്പിച്ചതോടെയാണ് വകുപ്പ് വിഭജനത്തിൽ തർക്കമുണ്ടായത്. സുപ്രധാന വകുപ്പ് താരതമ്യേന ജൂനിയറായ അബ്ദുൾ ഗഫൂർ കൈകാര്യം ചെയ്യുന്നതിൽ PK ബഷീർ എതിർപ്പ് പ്രകടിപ്പിച്ചു. വ്യവസായം, IT വകുപ്പുകൾ PK കുഞ്ഞാലിക്കുട്ടിയും വിദ്യാഭ്യാസം N ഷംസുദ്ദീനും, തദ്ദേശ സ്വയംഭരണം KM ഷാജിയും കൈകാര്യം ചെയ്യും. ഫിഷറീസ്, ഗ്രാമവികസനം, ന്യൂനപക്ഷ ക്ഷേമം തുടങ്ങിയ വകുപ്പുകളും ലീഗിന്റെ കൈവശമാണുള്ളത്. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, അവസാനവും ഒരാശയക്കുഴപ്പമാണെന്നുള്ള വിവരമാണല്ലോ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നൊരു ജൂനിയറായ നേതാവാണ്, ഒന്നൊരു സീനിയറാണ്. അതിൽ ബഷീറിനെ സംബന്ധിച്ച് അവസാന ഘട്ടത്തിൽ ഒരു സമ്മർദ്ദമൊക്കെ ചെലുത്തി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അബ്ദുൾ ഗഫൂർ ആണെങ്കിലും ഏറ്റവും അവസാനം പട്ടികയിലേക്ക് വന്ന പേര് തന്നെയാണ്. ഇതിലിപ്പോ എന്താണ് ഈ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട ഇവരുടെ തർക്കം? റോഷ്നി, വകുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനം അന്തിമമായി എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയാണ് തീരുമാനം എടുക്കുക എന്നൊക്കെയാണ് ഇന്നലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ലീഗിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നും തന്നെ മാറ്റമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഭാഗം, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൊടുക്കുകയും ഫിഷറീസ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകൾ ലീഗ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തീരുമാനമായിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT തുടങ്ങിയ വകുപ്പുകൾ തന്നെ കൈകാര്യം ചെയ്യും. N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ്, ലീഗിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വകുപ്പാണ്. നേരത്തെ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായതുമായ വകുപ്പാണ്. അത് N ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. അതേപോലെ ലീഗിന്റെ തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്ന വകുപ്പ്, അത് KM ഷാജിയാണ് കൈകാര്യം ചെയ്യുക. ഷാജി ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഇപ്പോൾ ചെറിയൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ തർക്കം എന്നൊക്കെ പറയാവുന്നത് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. പൊതുമരാമത്ത് വകുപ്പ് PK ബഷീർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള വകുപ്പാണ്. PK ബഷീറിനാണ് അതിൽ കുറച്ചുകൂടി പരിചയ സമ്പത്തൊക്കെ ഉള്ളത്. അദ്ദേഹം അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് V അബ്ദുൾ ഗഫൂറിന് കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ലീഗിന്റെ ഭാഗത്തുനിന്നുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിം കുഞ്ഞൊക്കെ ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ ഒരു ആശയക്കുഴപ്പം ലീഗിൽ നിലനിൽക്കുന്നത്. അത് അബ്ദുൾ ഗഫൂർ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണ്. ആദ്യമായിട്ട് അദ്ദേഹം നിയമസഭയിൽ എത്തുന്നു, ആദ്യമായി മന്ത്രിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇത്തരത്തിൽ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ്. റോഡുകളുടെ അവസ്ഥയും ദേശീയവാദം ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ കാര്യഗൗരവമുള്ള ഒരു മുതിർന്ന നേതാവ് വേണമെന്നൊരു ആവശ്യം, അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്നുള്ള PK ബഷീറിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുണ്ട്. ഇനി അതല്ല, അബ്ദുൾ ഗഫൂർ പിതാവിന്റെ പാരമ്പര്യമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുമെന്നാണോ പാർട്ടി തീരുമാനിക്കുക എന്നാണ് അറിയേണ്ടത്. ഏതായാലും പൊതുമരാമത്ത് വകുപ്പ് അബ്ദുൾ ഗഫൂറിനാണെങ്കിൽ ഗ്രാമവികസനം, ഫിഷറീസ് ഒക്കെ PK ബഷീർ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇനി അഥവാ പൊതുമരാമത്ത് PK ബഷീറിനാണെങ്കിൽ ഫിഷറീസും ഗ്രാമവികസനവും ഒക്കെ ഈ അബ്ദുൾ ഗഫൂർ കൈകാര്യം ചെയ്യേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അത് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. പകരം വിദ്യാഭ്യാസ വകുപ്പ് അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും എന്നാണ് മനസ്സിലാവുന്നത്.